ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചിലരൊക്കെ എത്തിപ്പെടാറുണ്ട്. പൊതുപ്രവർത്തനത്തിലെ പരിചയസമ്പത്തോ രാഷ്ട്രീയമായ പക്വതയോ ജനാധിപത്യമായ സാമാന്യ മര്യാദയോ ഇല്ലാതെ അങ്ങനെ യാദൃച്ഛികമായി പാർലമെന്റിലേക്ക് കയറിപ്പറ്റിയ ഒരാളാണ് നടി കങ്കണ റണാവത്ത്. സിനിമയിൽ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് കയ്യടി കിട്ടുമായിരിക്കാം. എന്നാൽ രാജ്യത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങൾ എന്നും മലയാളി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു ശരാശരി ഇന്ത്യൻ പൗരന് പോലും ലജ്ജയും അറപ്പും മാത്രം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. നേരത്തെ എയർപോർട്ടിൽ വെച്ചൊരു വനിതാ ഉദ്യോഗസ്ഥ കങ്കണയുടെ മുഖത്തടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. നിയമപരമായി നോക്കിയാൽ അത് അങ്ങനെ ഒരു അക്രമം തെറ്റാണ്, അതിനെ ന്യായീകരിക്കാനാവില്ല. എന്നാൽ കങ്കണയുടെ വാക്കുകൾ കേൾക്കുന്ന സാധാരണക്കാരന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒന്ന് തന്നെയാണല്ലേ ഇത്. ഇത്രയധികം പ്രകോപനപരമായും തരം താണ രീതിയിലും സംസാരിക്കുന്ന ഒരാൾക്ക് ഇതിലും വലിയ മറുപടി വേറെന്താണ് നൽകാനുള്ളതെന്ന് സ്വന്തം പാർട്ടിക്ക് പോലും പലപ്പോഴും നാണക്കേടുണ്ടാക്കുന്ന പാർട്ടി നേതൃത്വം തന്നെ തള്ളി പറയേണ്ടി വരുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് കങ്കണയുടെ പ്രധാന സമ്പാദ്യം. വിദ്വേഷം പ്രചരിപ്പിക്കുക, സമരങ്ങളെ തരം താഴ്ത്തുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ഇതാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ ശൈലി. സമരത്തിന്റെ വിജയം നൽകിയ ദാഹം താങ്ങാനാവാതെയാണ് കങ്കണ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നോ, സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് റീലുകളൊക്കെ കാണുമ്പോൾ തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഇവരെ വളർത്തിയ അമ്മമാരെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു എന്നാണ് കങ്കണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന വിദ്യാർത്ഥികളോടും യുവാക്കളോടും സംസാരിക്കേണ്ട ഭാഷയാണോ ഇത്? സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും കുറിച്ച് ഒരു ജനപ്രതിനിധി ഇത്രയും നിലവാരമില്ലാതെ സംസാരിക്കുമ്പോൾ അവിടെയാണ് അവരുടെ പക്വതയില്ലായ്മ വീണ്ടും തുറന്നു കാട്ടപ്പെടുന്നത്. എന്നാൽ കങ്കണയുടെ ഈ വില കുറഞ്ഞ പ്രസ്താവനയ്ക്ക് അർഹിക്കുന്ന മറുപടിയാണ് CJP വക്താവായ സൗരവ് ദാസ് നൽകിയത്. കൃത്യവും വ്യക്തവുമായ വാക്കുകളിലൂടെ അദ്ദേഹം കങ്കണയുടെ പൊള്ളത്തരം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സൗരവ് ദാസ് പറഞ്ഞത് ഇത്ര മാത്രമാണ്: സ്വന്തം പാർട്ടിയിലെ ആളുകൾ പോലും കങ്കണ റണാവത്തിനെ കാര്യമായി എടുക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിന് അവരെ ശ്രദ്ധിക്കണം? അതെ, ലളിതമായി പറഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിലോ പാർട്ടിയിലോ യാതൊരുവിധ ഗൗരവവുമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാൾക്ക് മറുപടി നൽകി സമയം കളയേണ്ടതില്ല എന്ന കൃത്യമായ നിലപാടാണ് സൗരവ് എടുത്തിരിക്കുന്നത്. MP ആയാൽ അധികം പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് കരുതിയ ആളാണ് കങ്കണയെന്ന് അവരുടെ പഴയ പ്രസ്താവനകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സൗരവ് ചോദിച്ചു. ഇത്രയും പക്വതയില്ലാത്ത ഒരാളെ ആരെങ്കിലും ഗൗരവമായി കാണുമോ എന്ന്. സൗരവ് ദാസിനെ പോലെയുള്ളവർ നല്ല കലാലയങ്ങളിൽ സമർത്ഥമായി പഠിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ പടിപടിയായി വളർന്നു വന്ന ആക്ടിവിസ്റ്റുകളാണ്. പഠനവും പോരാട്ടവും ഒരുപോലെ കൊണ്ടുപോയി ഉയർന്നു വരുന്ന ഇത്തരക്കാരുടെ മുന്നിലാണ് സിനിമയിലെ പ്രശസ്തി മാത്രം വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ചാടി വീണ് കൊഞ്ഞാണത്തരം പറയുന്ന കങ്കണയെ പോലെയുള്ള ജനപ്രതിനിധികൾ നിൽക്കുന്നത്. രാഷ്ട്രീയം എന്നത് വെറും ഒരു റീൽസ് ചെയ്യലോ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ നേടാനുള്ള വിവാദ പ്രസ്താവനകളോ അല്ല എന്ന് കങ്കണയെ പോലെയുള്ളവർ എന്നാണ് മനസ്സിലാക്കുക. സമരങ്ങളെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന കങ്കണമാർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് സൗരവ് ദാസിന്റെ വാക്കുകൾ. അവഗണന. ജനങ്ങൾ അവരെ കാര്യമായി എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴെങ്കിലും ഇക്കൂട്ടർ രാഷ്ട്രീയ മാന്യത പഠിക്കട്ടെ.